ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാഷീസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റായ ചോക്ലേറ്റ് പുഡിംഗാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിൽ ചോക്ലേറ്റ് പുഡിംഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടൊന്ന് ചെയ്യണേ. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്നും പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് പാലാണ്. 500 ml ഒരു പാക്കറ്റ് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും ആവശ്യത്തിനുള്ള പഞ്ചസാരയും 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൊക്കോ പൗഡറും കോൺഫ്ലവർ പൊടിയും നമുക്ക് പാലിൽ നന്നായിട്ട് കട്ടയിലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ പൊടിയും കൊക്കോ പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഫ്ലെയിം ഓൺ ആക്കാതെ വേണം നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് പഞ്ചസാരയും കൊക്കോ പൗഡർ കലക്കിയതും കോൺഫ്ലവർ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുള്ളൂ. നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാകത്തിന് പരുവാവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് 5 ഡ്രോപ്സ് എങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിൽ എത്താറായി നമ്മുടെ ചോക്ലേറ്റ് പുഡിങ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്വാദിഷ്ടമായ ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കൊക്കോ പൗഡർ മാത്രം വാങ്ങിച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സും ബദാമും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ടൈമിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഡെക്കറേഷൻ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സർവിങ് ബൗളിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് ഒഴിച്ച് കൊടുക്കാം. ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല സെറ്റായിട്ടിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് പുഡിംഗ് എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബദാമും കശുവണ്ടിയും പൊടിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കാനുണ്ട്. തണുപ്പിച്ചതിന് ശേഷം തിന്നുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് റൂം ടെമ്പറേച്ചർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് നല്ല സെറ്റാക്കി എടുത്ത പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റായൊരു നല്ലൊരു പുഡിങ്ങാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്യേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്നും പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.